ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എല്ലും കപ്പയും ഉണ്ടാക്കിയല്ലോ. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യലാണ്. കോട്ടയം മാത്രമല്ല, ഇടുക്കി സൈഡിലുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ആവശ്യത്തിനായിട്ടുള്ള എല്ലെടുത്തു. ഏകദേശം 1 കിലോ എല്ലെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് സവോളയും എല്ലും ഞാനൊരു കുക്കറിലിട്ടു. അതിനുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിൽ അടച്ചു വെക്കുവാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. വെള്ളവും ഉപ്പും, ആവശ്യത്തിന് ഉപ്പും. അതിനകത്ത് ഞാനിപ്പോൾ മസാല ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ്, പിന്നെ കുറച്ച് ആക്ച്വലി ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് വെള്ളം, ഇച്ചിരി വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അതനുസരിച്ചിട്ട് വേണം. എനിക്കൊരു 7 വിസിലടിക്കേണ്ടി വന്നു. ആ സമയം ഞാൻ ഒരു അരമുറി തേങ്ങ ചിരണ്ടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കപ്പ, ഇതിനാവശ്യത്തിനായിട്ടുള്ള സാധനം കപ്പയാണ്. കപ്പ കൊത്തി അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വേവാൻ വെച്ചു. അതിനൊരു വിസിൽ മതി കേട്ടോ. ആ സമയം നമ്മുടെ തേങ്ങ ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ തേങ്ങ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ പാന് അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ഇതെല്ലാം എൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. പിന്നെ കടുകിട്ടു കഴിഞ്ഞിട്ട് നമ്മുടെ പെരിഞ്ജീരകമില്ലേ, വലിയ ജീരകം, അതിട്ടു. ഇതും കടുക് പൊട്ടിക്കഴിഞ്ഞ് പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞിട്ട് ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പില, അത്യാവശ്യം കറിവേപ്പില ഇടണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കൊടുത്തുള്ളൂ കേട്ടോ. ഞാൻ ഒരു പിടി കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ടു. പിന്നെ ഞാൻ ആദ്യം അരിഞ്ഞ് വെച്ച സവോള, കുഞ്ഞുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, അതെടുത്താൽ നന്നായിരിക്കും. ഇവിടെ ഞാൻ സവോള എടുത്തിരിക്കുന്നത്. സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് ഇതിനകത്ത് മസാല, ഇപ്പോഴാണ് ഞാൻ മസാല ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി. ആ സമയം എൻ്റെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. കപ്പ വെന്തു. നമ്മുടെ ഞാൻ അതിലേക്ക് വെന്തിരുന്ന എല്ല് ഞാൻ നമ്മുടെ ആ മസാലയ്ക്കകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന കപ്പയിലോട്ട് നമ്മുടെ എല്ല് കറി എന്ന് പറയാം, എല്ല് കറി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി അവിടെ ഇവിടെ ഇളകാതെ കിടക്കരുത്, എന്നാലേ അതിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ഇതില്ലേ, തേങ്ങയും കറിവേപ്പിലയും കൂടെ അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ചെയ്യാവുള്ളൂ, എന്നാലേ നമുക്ക് ആ ഒരു ശരിക്കുള്ള അതിൻ്റെ ഫ്ലേവർ ഇതിൽ നിന്ന് കിട്ടുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായി ഇളക്കിയിട്ട് എന്താ പറയുക, ഇതിൻ്റെ ചൂടങ്ങ് മാറരുത്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോടുകൂടി ഈ കപ്പ കഴിക്കണം. എന്നിട്ട് നല്ലൊരു ഇലയിൽ സെർവ് ചെയ്യുക. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ സലാഡ്, പിന്നെ സവോള ഇതിൻ്റെ മണ്ടയിലോട്ട് കുരുമുന